ഹായ് ഡിയേഴ്സ്, ടാരോ ട്യൂണേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റീഡിംഗ് എന്താണെന്നറിയോ? നിങ്ങൾ ഒരു നിങ്ങൾക്കിപ്പോൾ ഒരു പേഴ്സൺ ഉണ്ടാവുമല്ലോ, ആ പേഴ്സണിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ചെയ്യണോ അതോ വെയിറ്റ് ചെയ്യണോ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ്. നിങ്ങളുടെ പേഴ്സൺ മെയിൽ ആണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും ഇത് ഓക്കെയാണ് കേട്ടോ. നിങ്ങളിപ്പോൾ വെയിറ്റ് ചെയ്യണോ അതോ മൂവ് ഓൺ ചെയ്യണോ എന്ന കൺഫ്യൂഷനിലാണെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളെ ഗൈഡ് ചെയ്യും. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഞാനിവിടെ 3 പൈല് വെച്ചിട്ടുണ്ട്. ഒരെണ്ണം യെല്ലോ സ്റ്റോൺ ആൻഡ് ഓറഞ്ച് സ്റ്റോൺ ആൻഡ് ഗ്രീൻ സ്റ്റോൺ. അപ്പോൾ ഈ 3 പൈലുകളിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇനി നിങ്ങൾ റീഡിംഗ് കാണുമ്പോൾ നിങ്ങൾക്കത് റെസനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് പൈല് ചേഞ്ച് ചെയ്യാവുന്നതാണ്. റീഡിംഗ് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വരനെ അല്ലെങ്കിൽ യൂണിവേഴ്സിനെ പ്രാർത്ഥിക്കുക. അതേപോലെ തന്നെ ആരിൽ ഏത് വ്യക്തിക്ക് വേണ്ടിയിട്ടാണോ നിങ്ങൾ ഒരു ആൻസർ ഇവിടെ ആഗ്രഹിക്കുന്നത് ആ വ്യക്തിയെയും മനസ്സിൽ ഓർക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഫസ്റ്റ് പൈൽ നമ്പർ 1. അപ്പോൾ നമുക്ക് പൈൽ നമ്പർ 1ൽ കിട്ടിയിരിക്കുന്ന കാർഡ്സ് ഏതൊക്കെയാണെന്നോ. ഞാൻ കാർഡ്സ് നേരത്തെ ഇവിടെ ഷഫിൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആദ്യം കിട്ടിയിരിക്കുന്ന കാർഡ് എംപറർ, കിങ് ഓഫ് വൺസ്, Knight of Wands, King of Pentacles, Eight of Cups, King of Cups, High Priest, Knight of Pentacles. അപ്പോൾ നമുക്കിവിടെ നോക്കാം, നമ്മുടെ റീഡിങ്ങിലേക്ക് പോകാം. നമ്മൾ കിട്ടിയിരിക്കുന്ന കാർഡുകൾ അനുസരിച്ച് നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് ഒരു ഫാദർലി നേച്ചറാണ് ഇവിടെ കാണപ്പെടുന്നത്. വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. നിങ്ങളുടെ ഇടയിൽ ധാരാളം വഴക്കുകളൊക്കെ ഉണ്ടാകാറുണ്ട്. തെറ്റിപ്പോൾ ആ വ്യക്തിയുടെ ഭാഗത്താണെങ്കിൽ പോലും അത് അംഗീകരിക്കുവാനോ മനസ്സിലാക്കുവാനോ ഒരിക്കലും ആ വ്യക്തി തയ്യാറാകില്ല. ഇനി അഥവാ മനസ്സിലാക്കിയാൽ പോലും അങ്ങനെ പെട്ടെന്നൊന്നും നിങ്ങളോട് സോറി പറയാനും ആ ആൾ വരില്ല. സോറി പറയണമെങ്കിൽ നിങ്ങൾ ഒരുപാട് എഫേർട്ട് എടുക്കേണ്ടി വരും. അങ്ങനെ സ്വന്തം തെറ്റിനെക്കുറിച്ച് സംസാരിക്കുക എന്ന് പറയുന്നത് വളരെ റെയർ ആയിട്ടുള്ളൊരു കാര്യമാണ്. അല്ലെങ്കിൽ ഇപ്പം എന്താ വെച്ചാൽ പറയുക, കാര്യങ്ങളെല്ലാം തന്നെ ഓപ്പോസിറ്റ് ആക്കിയിട്ട് അതെല്ലാം നിങ്ങളുടെ തലയിലേക്ക് കെട്ടിവെക്കും. അതാണ് എപ്പോഴും സംഭവിക്കാറുള്ള കാര്യം. ഇപ്പോൾ ശരിക്കും നിങ്ങൾ വല്ലാതെ അപ്സെറ്റാണ്, വളരെയധികം ഡെസ്പാണ്, നിങ്ങൾക്ക് വളരെയധികം ലോൺലിനെസ് ഫീൽ ചെയ്യുന്നുണ്ട്. എന്താണ് നിങ്ങൾക്കിങ്ങനെ ലോൺലിനെസ് ഫീൽ ചെയ്യുന്നതെന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഈ അവസ്ഥ വരുന്നതെന്നോ നിങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇപ്പോൾ ശരിക്കും നിങ്ങളുടെ പ്രതീക്ഷകളെല്ലാം നശിച്ച ഒരു രീതിയിലാണ് നിങ്ങളുടെ ചിന്തകളെല്ലാം പോകുന്നത്. നിങ്ങളുടെ മനസ്സിൽ ധാരാളം നെഗറ്റീവ് ചിന്തകൾ വരുന്നുണ്ട്. നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ വല്ലാതെ കൺഫ്യൂസ്ഡാണ്. അപ്പോൾ നിങ്ങളോട് സ്വയം ചോദിക്കുകയാണ്, നിങ്ങളിപ്പോൾ നിങ്ങളുടെ സാഹചര്യം പറയുന്നതാണോ മനസ്സ് പറയുന്നതാണോ അനുസരിക്കേണ്ടതെന്ന് നിങ്ങൾക്കറിയില്ല. അപ്പോൾ നിങ്ങളത് നിങ്ങളോട് സ്വയം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ ഏതാണ് അനുസരിക്കേണ്ടതെന്ന്. അപ്പോൾ സാഹചര്യം നിങ്ങളോട് പറയുന്നത് ആ വ്യക്തിയെ മറന്നു കളയൂ, അയാൾ ഇനി ഒരിക്കലും വരില്ല എന്നുള്ളതാണ്. എന്നാൽ നിങ്ങളുടെ മനസ്സ് പറയുന്നത് അയാൾ വരും, എല്ലാം ശരിയാകും, എല്ലാം പഴയതുപോലെ വീണ്ടും ഓക്കെ ആകും, ഇങ്ങനെയെല്ലാമാണ്. അപ്പോൾ ഈ ഒരു കൺഫ്യൂഷനിൽ നിങ്ങൾ വളരെ ഡെസ്പാണ്, അപ്സെറ്റാണ്, അതുപോലെ വളരെയധികം ഇറിറ്റേറ്റഡുമാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കരച്ചിൽ വരും, അല്ലെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് ദേഷ്യം വരും. അങ്ങനെ നമുക്ക് ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് ഇപ്പോൾ. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല നിങ്ങൾക്ക് എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്, എന്തുകൊണ്ടാണ് നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ കഴിയാത്തത്. അങ്ങനെയൊക്കെ ഒരുപാട് ടെൻഷനും വിഷമങ്ങളും കൺഫ്യൂഷനും എല്ലാം നിങ്ങൾക്കുണ്ട്. ഇപ്പോൾ നോക്കിയേ, ഈ 4 കാർഡുകൾ, ഈ കാർഡുകളെല്ലാം തന്നെ നിങ്ങളുടെ വ്യക്തിയുടെ മടങ്ങി വരവിനെയാണ് സൂചിപ്പിക്കുന്നത്. ആ വ്യക്തി മടങ്ങി വരാൻ തയ്യാറാണെന്നാണ് ഈ കാർഡുകൾക്ക് ഇപ്പോൾ കാണിക്കുന്നത്. നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും വഴക്കുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം സോൾവ് ചെയ്തു വരുവാൻ ആ വ്യക്തി തയ്യാറാണ്. ഇപ്പോൾ എല്ലാവിധ തയ്യാറെടുപ്പോടും കൂടിയാണ് ആ വ്യക്തി വരാൻ തയ്യാറായിരിക്കുന്നത്. നേരത്തെ വ്യക്തിയുടെ ഉള്ളിൽ ആ ഒരു സ്ട്രെങ്ത് കുറവായിരുന്നു. ഇപ്പോൾ ആ വ്യക്തി റെഡിയാണ് നിങ്ങളുടെ അടുത്ത് വരുവാനും എല്ലാവിധ ഇഷ്യൂസും സോൾവ് ചെയ്യാനും എല്ലാം ആ വ്യക്തി റെഡിയാണ്. ഇപ്പോൾ
ആ വ്യക്തി വരുമ്പോൾ തികച്ചും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിട്ടായിരിക്കും ഇനി നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ഇനി ആൾ വരുമ്പോൾ ശരിക്കും റൊമാൻറ്റിക് ആയിരിക്കും. അതുപോലെ നിങ്ങൾ ശരിക്കും അന്തിച്ചു പോകും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനൊരു സ്വഭാവം നിങ്ങൾ ആ വ്യക്തിയിൽ കണ്ടിട്ടേയില്ല. നിങ്ങൾ ഇതേവരെ കാണാത്ത ഒരു സ്വഭാവത്തിലായിരിക്കും ആ വ്യക്തി വരാൻ പോകുന്നത്. ഈ ഹൈ പ്രിസ്റ്റ് എന്ന് പറയുന്നത് ഒരു ട്രസ്റ്റിൻ്റെ കാർഡാണ്. ഇപ്പോൾ ആ വ്യക്തിക്ക് നിങ്ങളിൽ വളരെ നല്ല വിശ്വാസമാണ്. അതിന് എന്തെങ്കിലും റീസൺസ് ഉണ്ടായിട്ടുണ്ടാവും അങ്ങനെ ഒരു വിശ്വാസം നിങ്ങളിലേക്ക് വരുവാനായിട്ട്. ഇപ്പോൾ ഈ ട്രസ്റ്റിൻ്റെ കാർഡ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ വ്യക്തിയുടെ വിശ്വാസം തിരികെ വന്നു. അതുകൊണ്ട് തന്നെ അവർ ഒരു മടങ്ങി വരവിനുള്ള ഒരുക്കത്തിലുമാണ്. ഇപ്പോൾ സ്നേഹത്തിൻ്റെ ഒരു സാഗരം തന്നെ എന്ന് പറയാൻ വേണമെങ്കിൽ അവർ നിങ്ങൾക്കായിട്ട് ഓഫർ ചെയ്യുന്നുണ്ട്. അത്രത്തോളം എന്താ പറയുക, സ്നേഹം നിങ്ങൾക്ക് ഓഫർ ചെയ്തിട്ടാണ് ആ വ്യക്തി ഇപ്പോൾ മടങ്ങി വരുവാൻ വേണ്ടിയിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കാർഡ് കാണിക്കുന്നതും ആ വ്യക്തിയുടെ തിരിച്ചു വരവിനെയാണ്. നിങ്ങൾ ഒരുപാട് വിഷമിച്ചിരുന്നു, എന്നാൽ എല്ലാം മാറി. ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എല്ലാ ടെൻഷനും കാര്യങ്ങളെല്ലാം മാറി, എല്ലാം ശരിയാവാൻ പോവുകയാണ്. നിങ്ങളൊരു പുതിയ ജീവിതത്തിന് തയ്യാറായിട്ട് ഇരിക്കുക. അപ്പോൾ നിങ്ങളുടെ ചോദ്യം എന്തായിരുന്നു? ഈ വ്യക്തിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണോ അതോ പോകണോ എന്നുള്ളതായിരുന്നല്ലോ. എന്നാൽ ഈ കാർഡുകളെല്ലാം തന്നെ വളരെ ക്ലിയറായി പറയുന്നുണ്ട്, നിങ്ങൾ വെയിറ്റ് ചെയ്യണം, നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കണം. നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുന്നതായിട്ടാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. അവർ വരികയും നിങ്ങൾക്ക് ഒരുപാട് സ്നേഹം തരികയും ചെയ്യും. സ്നേഹത്തിൻ്റെ ഒരു പുതിയ അവതാരത്തെ ആയിരിക്കും നിങ്ങളിപ്പോൾ ആ വ്യക്തിയിൽ കാണാൻ പോകുന്നത്. ഇനി യൂണിവേഴ്സ് നമുക്ക് എന്ത് അഡ്വൈസാണ് തരാൻ പോകുന്നത് നമുക്ക് നോക്കാം. പൈൽ നമ്പർ 1 ചൂസ് ചെയ്ത ആളുകൾക്ക് യൂണിവേഴ്സ് എന്ത് അഡ്വൈസാണ് തരാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് യൂണിവേഴ്സ് ഇവിടെ 2 കാർഡ് തന്നിട്ടുണ്ട്. ഇത് 3ഉം ഡെത്തും. ഇത് രണ്ടുമാണ് നമുക്കിപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്ന കാർഡ്സ് എന്ന് പറയുന്നത്. യൂണിവേഴ്സ് നിങ്ങളോട് പറയുകയാണ്, ഞാൻ എൻ്റെ ജോലിയെല്ലാം ചെയ്തു, നിങ്ങൾ നിരാശ ഉപേക്ഷിക്കേണ്ട സമയമായിരിക്കുന്നു. ഇപ്പോൾ കണ്ടില്ലേ, എല്ലാ പ്രതീക്ഷകളും നമുക്ക് തരുന്ന ഒരു കാർഡാണിത്. യൂണിവേഴ്സ് പറയാണ്, നീ എന്നോടുള്ള വിശ്വാസം കളയരുത്, ഞാൻ നിൻ്റെ കൂടെ തന്നെയുണ്ട്. വരാൻ പോകുന്ന സമയമെന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെ അധികം നല്ല സമയമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നതെന്നാണ് യൂണിവേഴ്സ് നമ്മളോട് പറയുന്നത്. ഇപ്പോൾ ഈ കാർഡ് പറയുന്നത് നിങ്ങളൊരു പുതിയ തുടക്കത്തിലാണ്. നിങ്ങളുടെ ബന്ധത്തിൽ ഉണ്ടായ പഴയ പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിക്കപ്പെടാൻ പോവുകയാണ്. ഈ കാർഡുകൾ പറയുന്നത് അങ്ങനെയാണ് എന്ന് വെച്ചാൽ നിങ്ങൾക്കത് വിശ്വാസം വരണമെന്നിട്ടില്ല കേട്ടോ. ഇപ്പോൾ പെട്ടെന്നൊരു സമയത്ത് അപ്രതീക്ഷിതമായി കയറി വന്നാൽ നിങ്ങൾ ഒരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യണം എന്നും ഉണ്ടാവില്ല. കാരണം നിങ്ങളതൊരിക്കലും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല അങ്ങനെ വരുന്നത്. പക്ഷേ ചിലപ്പോൾ ആ സമയത്ത് പഴയ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഓർമ്മയിൽ വരും. അവർ അന്ന് അങ്ങനെ പറഞ്ഞിരുന്നല്ലോ, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഹേർട്ട് ചെയ്ത കാര്യങ്ങളെല്ലാം നമ്മുടെ ഓർമ്മയിൽ വരും. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈശ്വരനിൽ വിശ്വസിക്കുക മാത്രം ചെയ്യുക. നിങ്ങളുടെ പ്രാർത്ഥനകൾ ഒരിക്കലും മുടക്കം വരുത്താതിരിക്കുക. പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈശ്വരനോട് ചോദിക്കലല്ല, ദൈവത്തിന് നന്ദി പറയുന്നതിലായിരിക്കണം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം നമുക്ക് ചോദിക്കുവാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, എന്നാൽ നന്ദി കൊടുക്കുവാൻ ഉള്ള കാര്യങ്ങൾ ആരും തന്നെ ശ്രദ്ധിക്കാറില്ല. എല്ലാവരും ചോദിക്കാറേ ഉള്ളൂ, ദൈവത്തിന് നന്ദി കൊടുക്കാറില്ല. എത്ര വ്യക്തികൾ കൊടുക്കാറുണ്ട് ദൈവത്തിന് നന്ദി? അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ദൈവത്തോട് ചോദിക്കുകയല്ല, പ്രാർത്ഥിക്കുക, ദൈവത്തിന് നന്ദി പറയുക. അപ്പോൾ ഈ റീഡിംഗ് നിങ്ങൾക്ക് എത്രത്തോളം റെസണേറ്റ് ചെയ്തു എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ എനിക്കത് കുറച്ചും കൂടെ എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് പൈൽ നമ്പർ 2ൻ്റെ റീഡിങ്ങിലേക്ക് പോവാം. നമുക്ക് കിട്ടിയിരിക്കുന്നത് സ്ട്രെങ്ത്, 3 ഓഫ് സോർഡ്സ്, നൈറ്റ് ഓഫ് സോർഡ്സ്, 9 ഓഫ് കപ്സ്, 5 ഓഫ് സോർഡ്സ്, പേജ് ഓഫ് സോർഡ്സ്, ടെമ്പറൻസ്, of cups, 9 of wands and 7 of cups. അപ്പോൾ എന്താണ്, നിങ്ങൾ വളരെയധികം സ്ട്രെങ്ത് ഉള്ളൊരു വ്യക്തിയാണ്. ഈ കാർഡ് പറയുന്നത് നിങ്ങൾ വളരെയധികം സ്ട്രോങ് ആയി മാറിയിട്ടുണ്ടെന്നാണ് പഴയതിനേക്കാളും.
നിങ്ങളുടെ പേഴ്സണ് വേണ്ടി നിങ്ങൾ കുറേ നാളായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ഒരു ചിന്ത എന്താണെന്ന് വെച്ചാൽ ആ വ്യക്തി വരുന്നെങ്കിൽ ഓക്കെ, ഇനി അഥവാ വരുന്നില്ല എങ്കിലും ഞാൻ ഓക്കെ എന്നുള്ള മട്ടിലാണ്. കാരണം നിങ്ങൾ തനിച്ചായിട്ട് ഇപ്പോൾ ഒരുപാട് സ്ട്രോങ് ആയി മാറി. അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ഫേസ് ചെയ്യാനും പഠിച്ചു കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾ ഈ അവസ്ഥയിൽ കൂടി കടന്നു പോയത് കൊണ്ട് തന്നെ ഇപ്പോൾ ഒരുപാട് നിങ്ങളുടെ മൈൻഡ് ചേഞ്ച് ആയിട്ടുണ്ട്. നിങ്ങളുടെ മനസ്സിപ്പോൾ ശരിക്കും ഒരു കല്ല് പോലെ ആയിട്ടുണ്ട് ഈ അനുഭവങ്ങളിൽ കൂടെ കടന്നു പോയതുകൊണ്ട് തന്നെ. നിങ്ങളിപ്പോൾ മനസ്സിലാക്കി ലൈഫിൽ നമുക്ക് ഇതുപോലെ ഒരുപാട് റിലേഷൻസ് ഒക്കെ ഉണ്ടാവും, നമ്മുടെ ലൈഫിൽ വരും ടോക്സിക് ആയിട്ടുള്ള റിലേഷൻസ്. അതെന്തിനാണ് അങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് കുറേ പാഠങ്ങൾ അതിൽ നിന്ന് പഠിക്കാൻ പറ്റും. കാരണം നമ്മൾ കാണുന്ന പോലെയല്ല ഓരോ വ്യക്തികളും. അപ്പോൾ നമ്മൾ ആ ഒരു റിലേഷൻസിൽ നിന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ പാഠങ്ങൾ കിട്ടിക്കഴിയുമ്പോൾ അങ്ങനെ ഓരോ അനുഭവങ്ങളിലൂടെ നമ്മൾ വളരെയധികം സ്ട്രോങ് ആയി മാറും. നമ്മളുടെ എന്താ പറയണേ, നിങ്ങളിപ്പോൾ വല്ലാതെ ശരിക്കും തകർന്ന അവസ്ഥയിൽ തന്നെ ആയിരുന്നു നിങ്ങളുടെ ഹൃദയം എന്ന് പറയണത്. ഇനി നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡ്സ് ഉണ്ടല്ലോ 3 ഓഫ് സോർഡ്സ് ആണ്. അപ്പോൾ ഈ കാർഡ് കാണിക്കുന്നുണ്ട് നിങ്ങളുടെ അവസ്ഥ എന്താണ് എന്ന്. കാരണം നമ്മുടെ ഹൃദയത്തിൽ നിങ്ങളുടെ ഹൃദയത്തിൽ ഇത്രയും വാളുകൾ കുത്തിയിറക്കിയ പോലെയുള്ള അത്ര വേദന അല്ലെങ്കിൽ അത്രയും തകർന്ന തരിപ്പണമായ ഒരു അവസ്ഥയിലായിരുന്നു നിങ്ങൾ. അത് നമുക്ക് ഈ കാർഡിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നുണ്ട്. നിങ്ങളുടെ ഇടയിലുണ്ടായ വഴക്കുകളിൽ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ വാക്കുകളിൽ നിങ്ങൾ വല്ലാതെ നിരാശപ്പെട്ടിട്ടുണ്ട്. നാളുകളായിട്ട് നിങ്ങളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന സംഭവം ഇങ്ങനെ സോൾവ് ചെയ്യാതെ നിങ്ങളുടെ മനസ്സിൽ കിടക്കുമ്പോൾ ആ മുറിവ് വലുതാക്കിയുള്ളൂ, ഒരിക്കലും അത് ഹീലാകുന്നില്ല. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ അത് കിടക്കും. അത് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാതെ വരും. ആ വ്യക്തിക്ക് മാപ്പ് കൊടുക്കാൻ സാധിക്കാതെ വരും. നിങ്ങളുടെ മനസ്സിൽ നിന്ന് അത് പോകില്ല. അതുപോലെ തന്നെ ആ വ്യക്തി എങ്ങനെ എന്നോട് ഇത് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ള ചിന്തകളൊക്കെ ആയിരിക്കും നമ്മളുടെ മനസ്സിലൊരു എപ്പോഴും ഇതായി നിൽക്കുന്നത്. നിങ്ങളുടെ മനസ്സ് വല്ലാതെ തകർന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറച്ച് നാളത്തേക്ക് ആരെയും അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുകയുമില്ല. നിങ്ങളുടെ ലൈഫിൽ ഒരാൾ വന്നാൽ പോലും നിങ്ങൾ വളരെ പ്രിപ്പയർഡ് ആയിരിക്കും, മച്ചുവേർഡ് ആയിരിക്കും. കാരണം നിങ്ങളുടെ മുന്നത്തെ റിലേഷനിൽ നിന്നും നിങ്ങൾ വളരെയധികം കാര്യങ്ങൾ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഈ കാർഡ്സിൽ നിന്ന് ഞാൻ പറയട്ടെ, ഐ ആം സോറി ടു സേ ദാറ്റ് നിങ്ങൾ ഓൾറെഡി മൂവ് ഓൺ ചെയ്യാനുള്ള സ്റ്റെപ്സ് എടുത്തു കഴിഞ്ഞു. നിങ്ങൾ വെറുതെ ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടി മാത്രമാണ് ഈ റീഡിംഗ് കാണുന്നത്. നിങ്ങൾ ചെയ്തത് ശരിയാണോ എന്നറിയാൻ വേണ്ടി മാത്രം. നിങ്ങൾ മുന്നോട്ടുള്ള സ്റ്റെപ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തത് വളരെ നല്ല കാര്യമാണ്. ഇനി അഥവാ പേഴ്സൺ വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക് വന്നാലും നിങ്ങളെ വീണ്ടും വേദനിപ്പിക്കും. നിങ്ങളുടെ ലൈഫിലെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റാത്ത പ്രോബ്ലംസ് ആണ്. ചിലപ്പോൾ അത് തേർഡ് പാർട്ടി റിലേറ്റഡ് ആകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും റീസൺസ് ആകാം. ചിലപ്പോൾ ആ വ്യക്തി ദൂരെ ആകാം, നിങ്ങളിൽ നിന്ന് വർക്ക് ചെയ്യുന്നത്, വീട്ടിൽ വരാൻ കഴിയില്ല, അങ്ങനെ പല പല റീസൺസ് ഉണ്ടാവും. എന്ത് തന്നെയാണ് എങ്കിലും നിങ്ങളുടെ ലൈഫിലെ ഇഷ്യൂസ് എന്ന് പറയുന്നത് സോൾവ് ചെയ്യാൻ പറ്റാത്ത ഇഷ്യൂസാണ്. എന്തായാലും നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ അക്സെപ്റ്റ് ചെയ്തു, നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് അടുത്ത സ്റ്റെപ്സും എടുത്തു. ഇപ്പോൾ മൂവ് ഓൺ ചെയ്തു എന്ന് വെച്ചാൽ നിങ്ങൾ മറ്റൊരു റിലേഷനിൽ വേറൊരാളുടെ കൂടെ പോയി അല്ലെങ്കിൽ മറ്റൊരു റിലേഷൻ സ്റ്റാർട്ട് ചെയ്തു എന്നല്ല അർത്ഥം. നിങ്ങൾ സ്വയം മാറി ഈ അവസ്ഥയിൽ നിന്നും പുറത്തു കടന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഒന്നിനെ ഓർത്തും നിങ്ങൾ കരയാറില്ല. നിങ്ങൾ ഒരുപാട് നാളുകൾ കരഞ്ഞ് ജീവിച്ചിട്ടുണ്ട്. നിങ്ങൾ തനിച്ചിരുന്ന് ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. പലപ്പോഴും നിങ്ങളുടെ വേദനകൾ നിങ്ങൾ മറ്റുള്ളവരെ അറിയിച്ചിട്ടില്ല. വളരെയധികം അപ്സെറ്റ് ആയിട്ടിരിക്കുമ്പോൾ പോലും മറ്റുള്ളവരുടെ മുന്നിൽ ചിരിച്ചുകൊണ്ട് തന്നെ നിൽക്കുകയാണ് നിങ്ങൾ ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഇത്രയധികം സ്ട്രോങ് ആയി മാറിയിട്ടുള്ളത്. പക്ഷേ നിങ്ങളുടെ മനസ്സിനേറ്റ മുറിവ് അതിപ്പോഴും ഉണങ്ങിയിട്ടില്ല. അത് നിങ്ങളെ വല്ലാതെ മുറിപ്പെടുത്തുന്നുണ്ട്. പിന്നെ ഇനി കുറേ കഴിയുമ്പോൾ പതിയെ 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 അത് ഹീലായി മാറുന്നതായിരിക്കും. ഇവിടെ 9 ഓഫ് കപ്സ് ഇപ്പോൾ നിങ്ങളൊരു കംപ്ലീഷൻ്റെ വക്കിലാണ് കേട്ടോ നിൽക്കുന്നത്. അതാണ് നമ്മൾ ഈ കാർഡ് കാണിക്കുന്നത്. ഇനി വരാൻ പോകുന്ന ഒരു ടൈം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വളരെയധികം പ്രിപ്പയർഡ് ആയിരിക്കും. വരാൻ പോകുന്ന ഒരു ടൈം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ അടുത്ത് കടന്നു പറയുന്നത് ഇതാണ് 7 ഓഫ് കപ്സ് ആണ്. അപ്പോൾ ഈ 7 ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇത് കാണിക്കുന്നത് നിങ്ങളുടെ വരാൻ പോകുന്ന ടൈം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ചോയ്സ് ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്ന റിലേഷൻ്റെ കാര്യം മാത്രമല്ല കേട്ടോ. ചോയ്സ് എന്ന് പറയുമ്പോൾ മണി, സക്സസ്, ഫാമിലി, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. നിങ്ങൾ ഏത് ചൂസ് ചെയ്യണമെന്ന് നിങ്ങൾ ശരിക്കും കൺഫ്യൂഷനിലായിപ്പോവും. അതുപോലെ തന്നെ ഇതിൽ ഒരു കപ്പിൽ നിങ്ങളുടെ വ്യക്തിയും ഉണ്ടാകും. നിങ്ങളുടെ വ്യക്തി തിരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് എന്തായാലും വരും. നിങ്ങൾ മൂവ് ഓൺ ചെയ്യാൻ തീരുമാനിച്ചല്ലോ, അപ്പോൾ പിന്നെ നിങ്ങളത് ചൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ വ്യക്തി തിരിച്ചു വന്നാൽ പോലും അവർ നിങ്ങളെ വീണ്ടും വേദനിപ്പിക്കും. അത് നിങ്ങൾക്കറിയാം. അവർ തിരിച്ചു വരുന്നത് നിങ്ങളെ വീണ്ടും വേദനിപ്പിക്കാനാണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അവരെ ചൂസ് ചെയ്യാൻ സാധ്യത വളരെ കുറവാണ്. ടെമ്പറൻസ് പറയുന്നത് നിങ്ങൾ സ്റ്റേബിളായി നിൽക്കാൻ പഠിച്ചു എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാം മുൻപ് എങ്ങനെയാണ് തെറ്റുകൾ സംഭവിച്ചതെന്നും ഇനി അത് ആവർത്തിച്ചാൽ എങ്ങനെ സോൾവ് ചെയ്യണമെന്നും എങ്ങനെ അത് ആവർത്തിക്കാതെ ഇരിക്കണമെന്നും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു.
എല്ലാത്തിനോടും എങ്ങനെ റെസിസ്റ്റ് ചെയ്ത് നിൽക്കാമെന്ന് നിങ്ങളിപ്പോൾ മനസ്സിലാക്കി. നിങ്ങളിപ്പോൾ പറയുന്നത് നിങ്ങൾക്കിപ്പോൾ ഒരു ഭയവുമില്ല. ആ വ്യക്തി വന്നാലും വന്നില്ലെങ്കിലും മുന്നോട്ട് എങ്ങനെ പോകണമെന്ന് ഞാൻ പഠിച്ചു കഴിഞ്ഞു. ആ മുറിവുകൾ വീണ്ടും ഉണക്കുവാനും ആ മുറിവുകൾ വീണ്ടും ഉണ്ടാക്കുവാൻ നിങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അത് കഴിഞ്ഞു പോയതാണ്. അതിനെ ഉണ്ടാക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അതുപോലെ നിങ്ങളിപ്പോൾ വളരെയധികം എനർജറ്റിക്കാണ് എല്ലാ കാര്യത്തിലും, നിങ്ങളുടെ വർക്കിലും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും. നിങ്ങൾക്കിപ്പോൾ വളരെയധികം ഹോപ്പുണ്ട് എല്ലാ കാര്യങ്ങളിലും. നിങ്ങൾക്ക് ഇവിടെ കിട്ടിയിട്ടുള്ള എല്ലാ കാർഡ്സും വളരെ നല്ലതാണ് കേട്ടോ. വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഫ്യൂച്ചറാണ് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ ആ പഴയ ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ശരിക്കും അവസാനിച്ചു. ഒന്നുമില്ലെങ്കിൽ ഒരു ന്യൂ റിലേഷൻ ഒരു ന്യൂ ബിഗിനിങ്ങിന് നിങ്ങൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി യൂണിവേഴ്സ് നിങ്ങൾക്ക് എന്ത് മെസ്സേജ് അല്ലെങ്കിൽ എന്ത് അഡ്വൈസാണ് തരാൻ പോകുന്നതെന്ന് നോക്കാം. അപ്പോൾ പൈൽ നമ്പർ 2 ചൂസ് ചെയ്ത എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടി യൂണിവേഴ്സ് തന്നിരിക്കുന്ന അഡ്വൈസ് എന്താണെന്ന് നോക്കാം. നമുക്ക് 2 കാർഡാണ് കിട്ടിയത്, 7 ഓഫ് വാൺസും 8 ഓഫ് സോഡ്സും. അപ്പോൾ നിങ്ങൾക്ക് നീതി ലഭിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥന യൂണിവേഴ്സ് കേൾക്കുന്നുണ്ട്. നിങ്ങൾക്ക് ദൈവം നല്ല കോൺഫിഡൻസ് തരുന്നുണ്ട്, അനുഗ്രഹം തരുന്നുണ്ട്. നിങ്ങൾ ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമേ ഇല്ല. എല്ലാം ശരിയാകുമെന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. നിന്റെ വേദനകളെല്ലാം ഞാൻ മാറ്റിത്തരാമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കണം. പേഷ്യൻസ് എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഇത്രയും കാർഡ്സ് ഞാൻ എടുത്തില്ലേ, അപ്പോൾ എന്തായാലും ഒരു കാർഡും കൂടെ എടുക്കാം. അത് ഹൈ പ്രീസ്റ്റാണ്. അപ്പോൾ യൂണിവേഴ്സ് പറയാണ്, നിങ്ങളിപ്പോൾ ഒരുപാട് വേദനിക്കുന്നുണ്ട്, അതെല്ലാം ഞാൻ കാണുന്നുണ്ട്. നിങ്ങൾ എന്നിൽ വിശ്വസിക്കൂ എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. ആ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയത് നിങ്ങൾക്കൊരു പക്ഷെ നല്ലതിന് വേണ്ടി തന്നെയായിരിക്കും. എന്താ പറയണത്, യൂണിവേഴ്സ് പറയുന്നത് എപ്പോഴും നമ്മുടെയൊക്കെ ലൈഫിൽ നല്ലത് മാത്രം സംഭവിക്കണമെന്നില്ല. വേദനകൾ നമ്മളുടെ ലൈഫിൽ ഉണ്ടാകും. അതിൽ നിന്നും നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടത്. നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോവുക. യൂണിവേഴ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുക. ഈശ്വരൻ നിങ്ങളുടെ കൂടെ ഉറപ്പായും ഉണ്ടാകും. നിങ്ങളെ സഹായിക്കുവാൻ ഈശ്വരൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ നമ്മളെല്ലാവരും ലൈഫിൽ സങ്കടങ്ങൾ വരുമ്പോൾ ദൈവത്തോട് വഴക്കുണ്ടാക്കും അല്ലേ. അപ്പോൾ യൂണിവേഴ്സ് നമ്മളോട് പറയുകയാണ്, നിങ്ങൾ ഒരിക്കലും അങ്ങനെ വഴക്കുണ്ടാക്കരുത്. എന്നിൽ വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഞാൻ നിങ്ങളുടെ നല്ലതിന് വേണ്ടി മാത്രമേ എന്തെങ്കിലും ചെയ്യൂ എന്നാണ് യൂണിവേഴ്സ് നമ്മളോട് പറയുന്നത്. അപ്പോൾ നിങ്ങൾ നല്ല കർമ്മ ചെയ്യുക, മറ്റുള്ളവരെ സഹായിക്കുവാൻ ശ്രമിക്കുക. അതായത് മറ്റുള്ളവരെ ഇപ്പോൾ ഫിനാൻഷ്യലി നിങ്ങൾക്ക് ഒരിക്കലും സഹായിക്കാൻ പറ്റണമെന്നില്ല. നമ്മൾ മറ്റുള്ളവരെ നല്ല വാക്കുകൾ കൊണ്ട്, അതുപോലെ നിങ്ങളുടെ പോലെ വേദന അനുഭവിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ടാവും. പറ്റുമെങ്കിൽ മനസ്സുകൊണ്ട് നിങ്ങൾ എന്താണ് അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന സഹായം എന്ന് പറഞ്ഞാൽ അവരുടെ വേദനകൾ കേട്ടിരിക്കാനോ അവരെ ആശ്വസിപ്പിക്കാനോ ഒരുപക്ഷെ നിങ്ങൾക്ക് സാധിക്കും. അങ്ങനെയുള്ള സഹായങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക. അതൊക്കെ നമുക്ക് നല്ല കർമ്മയാണ്. അതിൻ്റെയൊക്കെ റിസൾട്ട് എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് ദൈവത്തിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ പ്രതീക്ഷ വയ്ക്കുക, പോസിറ്റീവായി കാത്തിരിക്കുക. അപ്പോൾ നമുക്ക് ഫയൽ നമ്പർ 3യുടെ റീഡിങ്ങിലേക്ക് പോകാം. നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന കാർഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. 9 ഓഫ് സോർഡ്സ്, Ace of Cups, Tower, Queen of Wands, 8 of Wands, Wheel of Fortune, 5 of Wands, Page of Pentacles, 6 of Wands, 7 of Pentacles. അപ്പോൾ നമ്മുടെ റീഡിങ്ങിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡ്സ് എന്തെല്ലാമാണെന്ന് നിങ്ങൾ കണ്ടല്ലോ. ഇപ്പോഴും നിങ്ങളുടെ ഇടയിൽ വഴക്കുകൾ നടക്കുന്നുണ്ട്. നിങ്ങളുടെയും ആ വ്യക്തിയുടെയും എനർജി സെയിം തന്നെയാണ്. അതായത് കൂടുതൽ അൺബ്ലോക്ക് സിറ്റുവേഷൻ തന്നെയാണ് എപ്പോഴും ഉള്ളത്. കുറച്ച് സംസാരവും കൂടുതൽ വഴക്കുമാണ് നിങ്ങളുടെ ഇടയിൽ നടക്കുന്നത്. നിങ്ങൾ വല്ലാതെ ഇറിറ്റേറ്റഡ് ആണ്. ഇതെന്താണ് ഈ വ്യക്തി ഇങ്ങനെ, ഒരിക്കലും നന്നാകുകയുള്ളൂ, അതൊക്കെയാണ് ഇപ്പോഴത്തെ നിങ്ങളുടെ ചിന്ത. നിങ്ങൾക്കും പെട്ടെന്ന് ദേഷ്യം വരുന്നുണ്ട്. എന്താണ് അങ്ങനെയെന്ന് നിങ്ങൾക്കും മനസ്സിലാകുന്നില്ല. കുറച്ച് കഴിയുമ്പോൾ ചിന്തിക്കും, ഞാൻ എന്തിനാണ് അങ്ങനെയൊക്കെ റിയാക്ട് ചെയ്തത്, എനിക്ക് ഇങ്ങനെ റിയാക്ട് ചെയ്യാമായിരുന്നല്ലോ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാമായിരുന്നല്ലോ എന്നൊക്കെ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു തോന്നലുണ്ടാവും. നിങ്ങൾ രണ്ടുപേരുടെയും എനർജി എന്ന് പറയുന്നത് ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയാണ്. അതിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ധാരാളം വഴക്കുകൾ ഉണ്ടാകുന്നുണ്ട്.
നിങ്ങളുടെ ഇടയിൽ. ഈ ടവർ കാർഡ് പറയുന്നത് നിങ്ങളുടെ രണ്ടുപേരുടെയും ഹൃദയം ഇപ്പോൾ വല്ലാതെ തകർന്ന അവസ്ഥയിലാണ്. പരസ്പരം നല്ല ദേഷ്യമാണ് നിങ്ങൾക്ക്. ഈ കാർഡ്സ് പറയുന്നത് നിങ്ങളുടെ വഴക്കുകൾ തീർന്നിട്ടില്ല, ഇനിയും ഉണ്ടാകും ധാരാളം വഴക്കുകൾ എന്നുള്ളതാണ്. ചിലപ്പോൾ ഈ വഴക്കെന്ന് പറയുന്നത് നിങ്ങൾ തമ്മിലായിരിക്കണമെന്നില്ല കേട്ടോ. അത് ചിലപ്പോൾ ഫാമിലി ആയിട്ടായിരിക്കാം. കാരണം ചിലപ്പോൾ ആ വ്യക്തിയുടെ ഫാമിലി എന്ന് പറഞ്ഞാൽ നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടാകില്ല. അപ്പോൾ ആ വ്യക്തിക്ക് എന്തുകൊണ്ട് അവരുടെ ഫാമിലിയെ പറഞ്ഞ് കൺവിൻസ് ചെയ്തുകൂടാ, അങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ ചിന്തകൾ പോകുന്നത്. ചിലപ്പോൾ ആ വ്യക്തിക്ക് തേർഡ് പാർട്ടിയെ വിട്ടുവരാൻ കഴിയുന്നുണ്ടാവില്ല, അങ്ങനെയും ആയിരിക്കാം. പക്ഷേ ഇവിടെ തേർഡ് പാർട്ടിയുടെ പ്രസൻസ് ഉണ്ട്, എന്നാലോ വളരെ കുറവാണ് കേട്ടോ. ഇങ്ങനെ സ്ട്രെസ് ഉള്ളത് കൊണ്ട് തന്നെ മറ്റുള്ളവരോടും നിങ്ങൾ മറ്റുള്ളവരോടും അവർ വഴക്കുണ്ടാക്കുന്നുണ്ടോ എന്നറിയില്ല. ചിലപ്പോൾ ഏതെങ്കിലും ഫ്രണ്ട്സിൻ്റെ ഇടയിലായിട്ട് എന്തെങ്കിലും അവരുടെ ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ചിലപ്പോൾ അവരോടേക്കും നിങ്ങൾ കാരണമാണല്ലോ ഞങ്ങളുടെ ഇടയിൽ ഇങ്ങനെ വഴക്കുണ്ടാകുന്നത്. അങ്ങനെയും ചിലപ്പോൾ ചില ടോക്കുകളൊക്കെ നടക്കാം. എന്താണ് അവരുടെ ആ ഒരു എനർജി ടൈമിൽ ഏതാണോ ആ എനർജി അനുസരിച്ചായിരിക്കും അവർ റിയാക്ട് ചെയ്യുന്നത്. ഇവിടെ ഈ ക്യൂൻ ഓഫ് വാൺസ് പറയുന്നത് നിങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് ആ വ്യക്തി. എന്നാൽ ഇപ്പോൾ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഒരു രീതിയിൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തനിയെ പോയതല്ലേ, അപ്പോൾ തനിയെ തന്നെ തിരിച്ചു വരിക, അങ്ങനെയാണ് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് അവരെക്കുറിച്ച്. നിങ്ങളുടെ പാർട്ട്ണർ ഇപ്പോൾ മെയിലാകാം ഫീമെയിലാകാം കേട്ടോ, ഏത് തന്നെയാണെങ്കിലും ഇത് ബാധകമാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് അങ്ങനെയാണ്, നിങ്ങൾ പോയതല്ലേ അപ്പോൾ നിങ്ങൾ തനിച്ച് തിരിച്ചു വരിക, ഞാനായിട്ടിനി വിളിക്കില്ല, അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡാണ് നിങ്ങൾക്കിപ്പോൾ ഉള്ളത്. പക്ഷേ നിങ്ങൾ വളരെയധികം കോൺഫിഡൻ്റ് ആണ്. കാരണം ആ വ്യക്തി എങ്ങും പോകില്ല എന്ന് നിങ്ങൾക്കറിയാം. അവർ ഇവിടെ തന്നെ തിരിച്ചു വരും എന്നുള്ളത് നിങ്ങൾക്ക് ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. ഈ ഒരു ചിന്ത വളരെ നല്ലതാണ് കേട്ടോ. അത് നിങ്ങളുടെ പോസിറ്റിവിറ്റിയാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് നല്ല ഗ്യാരണ്ടി ഉണ്ട് അവർ തിരിച്ചു വരുമെന്ന്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ തിരിച്ചു വരൂ, ഞാൻ ഇവിടെ ഉണ്ടാകും എന്ന മനസ്സാണ് നിങ്ങളുടേത്. തിരിച്ചു വന്നതിന് ശേഷം ഇനി വഴക്കുണ്ടാകിയാൽ അതിനെ നേരിടാനും നിങ്ങളിപ്പോൾ തയ്യാറാണ്. കാരണം അതിനു വേണ്ടി തന്നെ നിങ്ങൾ മനസ്സിൽ ഒരുപാട് ഉത്തരങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ വ്യക്തി എന്നോട് ഇങ്ങനെ ചോദിച്ചാൽ ഞാൻ ഇങ്ങനെ ഉത്തരം കൊടുക്കും, അങ്ങനെ ചോദിച്ചാൽ ഇങ്ങനെ ഉത്തരം കൊടുക്കും, അങ്ങനെ കുറേ ആൻസേഴ്സ് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് മനസ്സിൽ. ആ വ്യക്തിയെ നേരിടാൻ വേണ്ടി നിങ്ങൾ വളരെയധികം പ്രിപ്പയർഡാണ്. അപ്പോൾ നിങ്ങൾക്ക് പ്രീവിയസ് ഉണ്ടായ ചില വഴക്കുകളിൽ നിങ്ങളെക്കാൾ കൂടുതൽ അവരാണ് സംസാരിച്ചത്. ആ സമയത്ത് നിങ്ങൾക്ക് അത്രയും സംസാരിക്കാനുള്ളൊരു അവസരം കിട്ടിയില്ല, അല്ലെങ്കിൽ പറയാനുള്ള അവസരം കിട്ടിയില്ല. അപ്പോൾ അവർ നിങ്ങളെ വാക്കുകൾ കൊണ്ട് തോൽപ്പിച്ചപ്പോൾ ആ ഉണ്ടായ വഴക്കുകളിൽ നിങ്ങൾ വല്ലാതെ നിങ്ങൾക്കത് വളരെ ഹേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്തിനാണെന്നറിയോ? നിങ്ങൾക്കറിയാം എപ്പോഴെങ്കിലും നിങ്ങളുടെ ടൈം വരും. അപ്പോൾ ആ ടൈമിൽ പറയാനായിട്ട് നിങ്ങൾ കാര്യങ്ങളെല്ലാം കാത്തു വച്ചിരിക്കുകയാണ്. ആ വ്യക്തി ഇപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ആ വ്യക്തി എന്ന് പറഞ്ഞാൽ അയാളുടെ സ്വഭാവം മാറ്റാൻ ഒരിക്കലും തയ്യാറല്ല. അപ്പോൾ നിങ്ങളും അയാളെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല. അതാണ് ചില സമയത്തെ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്. ഇപ്പോൾ നിങ്ങളുടെ മൈൻഡ് നിങ്ങൾക്കുള്ളിൽ എനർജി വരുന്ന അനുസരിച്ച് എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സ്നേഹമല്ല. സ്നേഹമാണെങ്കിൽ ഇങ്ങനെയൊന്നുമല്ല, ഇത്രയും ദേഷ്യം ഉണ്ടാകില്ല, പരസ്പരം വെറുപ്പും ഉണ്ടാകില്ല, ഒരാൾ മറ്റൊരാളെ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല, അങ്ങനെയൊക്കെയാണ് നിങ്ങൾ ചില സമയങ്ങളിൽ നിങ്ങളുടെ തോന്നൽ. എന്നാൽ ചില സമയം നിങ്ങൾ അയാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാനും നിങ്ങൾ റെഡിയാണ്. 6 of Wands. അപ്പോൾ ഈ രണ്ട് കാർഡുകളും പറയുന്നത് ആ വ്യക്തിയുടെ ദേഷ്യം മാറി ആ വ്യക്തി തിരിച്ചു വരുമെന്നുള്ളതാണ്. ഈ ഏസ് ഓഫ് കപ്സ് പറയുന്നത് ആ വ്യക്തി ചിലപ്പോൾ ഒരു പ്രപ്പോസലായി, കാരണം എന്തായാലും ആ വ്യക്തി തിരിച്ചു വരുമല്ലോ, അപ്പോൾ ചിലപ്പോൾ അതൊരു പ്രപ്പോസലായിട്ടായിരിക്കും തിരിച്ചു വരാൻ സാധ്യതയുള്ളത്. അത് ചിലപ്പോൾ മാരേജ് പ്രപ്പോസലായിരിക്കാം. കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ ചിലപ്പോൾ പ്രഗ്നൻസി ആയിരിക്കും. ഒരു ബേബി പ്ലാനിങ് ഒക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഏസ് ഓഫ് കപ്സ് എന്ന് പറയുന്നത് ന്യൂ ബിഗിനിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. അതുപോലെ തന്നെ പേജ് ഓഫ് പെൻഡക്കിൾസും പറയുന്നത് ന്യൂ സ്റ്റാർട്ടിങ് ബിഗിനിങ്ങിനെ കുറിച്ച് തന്നെയാണ്. നിങ്ങൾക്ക് അവരോട് ദേഷ്യമുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അവരോട് ദേഷ്യമൊക്കെ ഉണ്ട്, പക്ഷേ ഇടയ്ക്ക് നിങ്ങൾ ഭയങ്കരമായിട്ട് ഇമോഷണൽ ആകും. ആ ടൈം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും ഒരു മൈൻഡ് കുട്ടികളുടെ മൈൻഡ് പോലെയാവും. ആ ടൈമിൽ നിങ്ങൾക്ക് അവരോട് ദേഷ്യമോ അങ്ങനെയൊന്നുമല്ല, ഒരു കുഞ്ഞുങ്ങളുടെ മനസ്സായിരിക്കും, ആ ഒരു രീതിയിലുള്ള ചിന്താഗതി ആയിരിക്കും അപ്പോൾ നിങ്ങൾക്കുണ്ടാവുന്നത്.
ഇത് ഈ 6 ഓഫ് വൺസ് ഇതൊരു മാരേജിനെയാണ് കാണിക്കുന്നത്. ഇനി നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല എങ്കിൽ അത് മാരേജിനെ കാണിക്കുന്നു. ഇപ്പോൾ ഫാമിലി എല്ലാ രീതിയിലും കൺവിൻസ് ആകും. ഒരു മാരേജ് സെലിബ്രേഷൻ ഇവിടെ കാണുന്നുണ്ട്. ഈ വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുന്നത് ശരിക്കും ഫുൾഫിൽമെൻ്റ് അല്ലെങ്കിൽ കംപ്ലീഷൻ്റെ കാർഡാണ്. ഇത് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, നിങ്ങളുടെ രണ്ടുപേരുടെയും ലൈഫ് അത് കംപ്ലീറ്റ് ആകാൻ പോവുകയാണ് വളരെ താമസിയാതെ. അപ്പോൾ എല്ലാം ശരിയായ രീതിയിൽ നടക്കും. നിങ്ങൾ തമ്മിലുണ്ടായ വഴക്കുകളെല്ലാം തന്നെ സോൾവ് ആകും. ആ വ്യക്തി നിങ്ങളോട് മാപ്പ് ചോദിച്ച് നിങ്ങളുടെ അടുത്ത് തന്നെ വരും. നിങ്ങളുടെ ഒരു പുതിയ ലൈഫിനെ കുറിച്ചിട്ടാണ് ഈ വീൽ ഓഫ് ഫോർച്യൂൺ ഇവിടെ പറയുന്നത്. നിങ്ങളെ വിട്ടുപോയ ആൾ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുന്നു. ഒരുപാട് നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങുന്നു അവർ. നിങ്ങളുടെ ഫ്രസ്ട്രേഷൻ്റെ കാലമെല്ലാം കഴിഞ്ഞു. നിങ്ങളുടെ ഉള്ളിൽ അവരോട് നല്ല ദേഷ്യമുണ്ട്. എന്നാൽ ഞാനൊന്ന് പറയട്ടെ, അയാൾ തിരിച്ചു വരുമ്പോൾ നിങ്ങൾ ഒരുപാട് ദേഷ്യമൊന്നും കാണിക്കാൻ നിൽക്കരുത് കേട്ടോ. കുറച്ച് ലിമിറ്റൊക്കെ വേണം. സ്നേഹം കൊണ്ടുള്ള ദേഷ്യമൊക്കെ ആണെങ്കിൽ ഓക്കെ. നിങ്ങൾ ഒരുപാട് റൂഡായിട്ടൊന്നും ബിഹേവ് ചെയ്യരുത്. അതൊട്ടും നന്നാകില്ല. നിങ്ങൾ പോസിറ്റീവായിരിക്കണം. അങ്ങനെ തന്നെ ആ വ്യക്തിയെ അക്സെപ്റ്റ് ചെയ്യണം. കുറച്ച് ദേഷ്യമൊക്കെ കാണിച്ചോളൂ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ ആ വ്യക്തിക്ക് മാപ്പ് കൊടുത്തേക്കണം. ഒരുപാട് നീട്ടിക്കൊണ്ടൊന്നും പോകരുത് ഈ ദേഷ്യം എന്ന് പറയുന്നത്. പാസ്റ്റിലെ കാര്യങ്ങളൊന്നും തന്നെ റിപ്പീറ്റ് ചെയ്യണ്ട. നിങ്ങളത് ചെയ്തില്ലേ, ഇങ്ങനെ ചെയ്തില്ലേ, എന്നെ വേദനിപ്പിച്ചില്ല, അങ്ങനെയൊന്നും പറയാൻ നിങ്ങൾ നിൽക്കണ്ട. പോസിറ്റിവിറ്റിയോട് കൂടി ആ വ്യക്തിയെ ആക്സെപ്റ്റ് ചെയ്യണം, സ്നേഹിക്കണം. ഇപ്പോൾ ഈ കാർഡുകളിൽ നിന്നൊക്കെ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായില്ലേ? നിങ്ങൾ വെയിറ്റ് ചെയ്യണോ, മൂവ് ഓൺ ചെയ്യണോ എന്നുള്ള ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ നിങ്ങൾ വെയിറ്റ് ചെയ്യണം, ക്ഷമയോടെ കാത്തിരിക്കണം. അവർ നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണ്. അപ്പോൾ യൂണിവേഴ്സ് നമുക്ക് തരുന്ന അഡ്വൈസ് എന്താണെന്ന് നോക്കാം. ഈ പൈൽ നമ്പർ 3ലെ വ്യൂവേഴ്സിന് യൂണിവേഴ്സ് തരുന്ന അഡ്വൈസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് കിട്ടിയിരിക്കുന്നത് കിങ് ഓഫ് പെൻറ്റക്കിൾസും കിങ് ഓഫ് സോഡ്സുമാണ്. ഇവിടെ യൂണിവേഴ്സ് നല്ല ക്ലിയർ ആയിട്ടുള്ള മെസ്സേജാണ് അല്ലെങ്കിൽ സൈനാണ് നിങ്ങൾക്ക് തരുന്നത്. വഴക്കുണ്ടാക്കാൻ തയ്യാറായിക്കോളൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അതായത് ആ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരും. നിങ്ങൾക്ക് പറയാനുള്ളതെല്ലാം പറയാൻ അവസരം കിട്ടുമെന്നാണ് നിങ്ങളോട് പറയുന്നത്. നിങ്ങൾക്ക് സ്നേഹം കിട്ടാൻ പോകുന്നുണ്ട് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾക്കെല്ലാം തിരിച്ചു ചോദിക്കാൻ ഒരു അവസരം ചോദിച്ചല്ലോ നിങ്ങൾ യൂണിവേഴ്സിനോട്. ഇതാ തന്നിരിക്കുന്നു. വഴക്കുണ്ടാക്കാനും തിരിച്ചു ചോദിക്കാനുമുള്ള എല്ലാ അവസരവും നിങ്ങൾക്ക് തരാൻ പോവുകയാണ്. നിങ്ങൾ റെഡി ആയിക്കൊള്ളൂ എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ വെയിറ്റ് ചെയ്യൂ. കുറച്ച് സമയത്തുള്ള വ്യക്തികൾ നിങ്ങളുടെ അടുത്തെത്തും. നിങ്ങൾ സ്വയം പ്രിപ്പയർ ആയിരുന്നുള്ളൂ. ഇപ്പോൾ ഈ 2 കാർഡ് എന്ന് പറയുന്നത് വളരെ നല്ല കാർഡ്സാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ എന്താണ്, ഈ ബോൾ എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങളുടെ കോർട്ടിലാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ടൈം ആയിരിക്കുന്നു. നിങ്ങൾക്കിനി ചോദിക്കാനും പറയാനും എല്ലാത്തിനുള്ള അവസരം കിട്ടും. അപ്പോൾ എല്ലാം നല്ലതായി വരും. ക്ഷമയോടെ കാത്തിരിക്കുക മൈ ഡിയേഴ്സ്. നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമായെങ്കിൽ, നിങ്ങൾക്കിത് റെസനേറ്റ് ചെയ്തെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കെ മൈ ഡിയർ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്.